ഹാപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മീൻ അച്ചാർ ഉണ്ടാക്കാം. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറാണ് ഇത്. ഈ വലിയ മീൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വയ്ക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. 1 ഇഞ്ച് വലുപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചിയും 10-12 വെളുത്തുള്ളിയും പകുതി പുളിനാരങ്ങയും 2 തണ്ട് കറിവേപ്പിലയുമാണ് വേണ്ടത്. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് അരയ്ക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി വേണം. അരച്ചെടുത്ത മസാലയാണ് ഇത്. ഇനി ഇത് മീനിൽ പുരട്ടി അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ മസാല നല്ലവണ്ണം മീനിൽ പിടിച്ചിരിക്കും. ഇനി ഇതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ എള്ളെണ്ണ എടുത്ത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീൻ ഓരോന്നായി പാനിലേക്ക് വെച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായി പൊരിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ കുറേ എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായി വരും. നല്ലതുപോലെ ഫ്രൈ ആയ മീൻ തണുത്ത ശേഷം നമുക്ക് കുപ്പിയിൽ ഇട്ട് വയ്ക്കാം. തണുത്ത ശേഷം മാത്രമേ കുപ്പിയിൽ ഇടാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ മുകൾ വശം വരെ വിനീഗർ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് മൂടി വയ്ക്കണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി മുറിച്ചതും 5-8 പച്ചമുളകും 5-10 വെളുത്തുള്ളിയും കൂടി വേണം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടാൽ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുപ്പത്തോല് ഇട്ട് കൊടുക്കാം. കറുപ്പത്തോല് ഇടുമ്പോൾ മീനിൻ്റെ മണമുണ്ടാവില്ല. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയിടും. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതുകൂടി ഇടണം. പഴയ കാലങ്ങളിൽ കുറേ കുപ്പികളിൽ അച്ചാർ ഇട്ട് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ അച്ചാർ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇത്ര കുറച്ച് ഉണ്ടാക്കുന്നത്. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടണം. ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുപ്പിയിലിട്ട മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ കേടാവില്ല.
ഇങ്ങനെ ഉണ്ടാക്കി തണുത്ത ശേഷമാണ് കുപ്പിയിൽ അടച്ചു വെക്കേണ്ടത്. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.